പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണം. കാര്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെയല്ലേ. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെയാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് +1 +2 കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു ഒരു കൊച്ചു മൈലാഞ്ചി ഇടുമായിരുന്നു. പുതിയതായിട്ട് വേറെ സ്കൂളിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്ത കൊച്ചു മൈലാഞ്ചി ഇടുമായിരുന്നു. അങ്ങനെ ഇവൾ നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നത്. നമ്മളപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും മോഡേൺ ഡ്രസ്സൊന്നും അങ്ങനെ അധികം ആരും എടുത്തില്ലല്ലോ. അപ്പോൾ ഇവൾ മോഡേൺ ഡ്രസ്സും ഒക്കെ, അതായത് ക്രോപ്പ് ടോപ്പും ജീൻസും ഇവൾ അതിട്ടുകൊണ്ട് ഒരു ദിവസം ഇവിടെ ബാത്റൂമിൽ പോയപ്പോഴത്തേക്ക് 2 സീനിയേഴ്സ് അവളെ വഴക്ക് പറഞ്ഞു. ഇമാതിരി ഡ്രസ്സൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല, സ്കൂളിൻ്റെ റൂൾസ് നോക്കണം എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് വരുന്നൊരു മൈൻഡ് അല്ലേ ഇവളുടെ. അപ്പോൾ ഇവളവരോട് തിരിച്ചു പറഞ്ഞു എൻ്റെ ഇഷ്ടം ഏത് ഡ്രസ്സ് ഞാൻ ഇടണം എന്നുള്ളതെന്ന് ഇവളവരോട് തിരിച്ച് സംസാരിച്ചു. ഇവളങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടാണെന്നെങ്കിലും പറയാം, ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും അങ്ങനെ ഇടത്തില്ലായിരുന്നു അന്നൊന്നും എല്ലാം കോളേജ് ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പോലും ഒരു ഷർട്ടോ ഒരു ജീൻസോ ഒക്കെ ഇടാൻ പേടിയാണ്, വാപ്പി വഴക്ക് പറയും. എന്നാലും ഞാൻ കട്ടും കാണാതെയൊക്കെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴാണ് ഞാനും അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഇവളുമാർ ഇതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം നല്ല ലെങ്ത്തൊക്കെ ഉള്ളൊരു പാവട എടുത്തിട്ടുണ്ട് പോയപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പാവട എടുപ്പൊക്കെ ഇട്ടുകൊണ്ടുപോയപ്പോഴത്തേക്ക് ഇവളുമാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിന്നെ ഇവിടെ തൂക്കാനല്ല വെച്ചേക്കുന്നത്, ഇവിടെ തൂക്കാനായിട്ട് കാശ് കൊടുത്ത ആൾക്കാരെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു അഹങ്കാരത്തിൽ സംസാരിച്ച്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് ഞാനല്ലേ ഏത് ഡ്രസ്സ് ഇടണം വേണ്ട എന്ന് തീരുമാനിക്കും, നിങ്ങളല്ലല്ലോ, നിങ്ങളാരുള്ളൂ എൻ്റെ വീട്ടിൽ വന്ന് കഴുകി തരുന്നത്, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഇത് ഇഷ്ടപ്പെടാതെ ഇവർ പറഞ്ഞു എന്തുവാടി പറയുന്നത്, നിക്കടി എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വന്ന്. അങ്ങനെ ഞാനിങ്ങനെ കയറി ക്ലാസ്സിൽ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും കൂടി ക്ലാസ്സിൽ കയറിയിട്ട് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും മിസ്സ് അവളോട് പറഞ്ഞ അതേ രീതി തന്നെ, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട, നിങ്ങൾ ഇട്ടിട്ടല്ലേ അവർ പറയുന്നതെന്നുള്ളത് എന്നൊരു അപ്രോച്ചായിരുന്നു മിസ്സിൻ്റെത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്